കാണാൻ പറ്റുന്നുണ്ട് ബാക്ക്. നമ്മള് വർക്ക്ഔട്ട് എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ 1 മണിക്കൂർ അതിനെ എന്തായാലും മാറ്റി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ബ്രീത്തിങ്ങിലൂടെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, വാമപ്പിലൂടെയാണ്. ഓക്കെ, ഹെഡ് മൂവ്മെന്റ് ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 5 ടൈംസ് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ അപ്പ്, exhale down. Inhale, exhale. Okay, relax. ഇനി സൈഡ് ബെൻഡ് ചെയ്യാം. Inhale center, exhale side. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Breathing breathe out. നമ്മൾ 2 കൈ ഉപയോഗിച്ച് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഭാഗത്തേക്ക് സ്ട്രെച്ച് കിട്ടുന്നത് ഫീൽ ചെയ്യാം. ഹോൾഡ്. 1, 2, 3, 4, 5. റിലീസ്. ഇനി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. ഇനി സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഒരു കൈയോട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. Release. Change other side. Hold. 1, 2, 3, 4, 5. Release. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. അടുത്തതായി ചെയ്യാൻ പോകുന്നത് എൽബോ റൊട്ടേഷൻ ആണ്. ഇൻഹേൽ, 2 കൈയും കുത്തി മുട്ടി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ ഡൗൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, ഇനി ഇൻഹേൽ ഓപ്പൺ, exhale close. Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുക്കാം. ഇനി കൈ സ്ട്രൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒരു കൈയുടെ സപ്പോർട്ടോട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കാം. ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly. Change other side. Right hand ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. മറ്റേ കൈയോട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗങ്ങൾക്കാണ് സ്ട്രെച്ച് കിട്ടാൻ. സൈഡിലേക്ക് നോക്കാം. ഹോൾഡ്. 1, 2, 3, 4, 5, 6,
7, 8, 9, 10. Breathe in, breathe out. നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുക, തിരിച്ചു വെക്കാതെ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് വെക്കാം. ഈ രീതിയിലേക്ക് കൊണ്ടുവരാം. രണ്ട് കൈയും ക്ലബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് ആയിട്ട് കിട്ടും. ഈ രീതിയിലേക്ക് കിട്ടും. ഓക്കെ, ഇനി ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ചില ആൾക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയേ വരും. ചില ആൾക്ക് കുറച്ച് ഓപ്പൺ ആവും. അപ്പൊ എത്രയാണോ നിങ്ങളെ റേഞ്ച് അതിനനുസരിച്ച് മാത്രം എടുക്കാം. ഓക്കെ, 1 ചെയ്യാൻ പറ്റുന്നില്ലേ? 2, 3, 4, 5. 5. ഓക്കെ, നമ്മളിപ്പോ റൈറ്റ് ആണ് ഫസ്റ്റ് ചെയ്തത്. റൈറ്റ് ലെഫ്റ്റിലേക്കാണ് ഫസ്റ്റ് വെച്ചത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിലേക്ക് ഫസ്റ്റ് വെക്കാം. ഓക്കെ, കൈ തിരിച്ചു വെക്കാം. ഇനി റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടാന്ന് വെക്കാം. കൈ രണ്ടും ക്ലബ് ചെയ്യാം. ഒരു ഭാഗം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 1, 2, 3, 4, 5. Breathe in, breathe out. കൈ ലൂസ് ആക്കി വിടാം. ഓക്കെ, ഇനി ഒരു കൈ മുന്നിലേക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം. ഒരു കൈയുടെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ കൈ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Release. Change other side. Hold. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Release. നമ്മളിപ്പോ മുകളിലേക്ക് കൈ സ്ട്രെച്ച് ചെയ്തു. ഇനി നേരെ താഴോട്ടേക്കാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്. ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Release. Change. മറ്റേ സൈഡും കൂടി ചെയ്യാം. ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Release. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഇനി സൈഡിലേക്കും കൂടി എടുക്കാം. കൈ സൈഡിലേക്ക് കൊണ്ടാ നോക്കാം. സ്ട്രെച്ച്. ഹോൾഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Change. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, breathe out. ശ്വാസം എടുത്തു വിടാം. ഓക്കെ, ഇനി സൈഡ് ബെൻഡ് ഹോൾഡ് ചെയ്യാം. കാലിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഇൻഹേൽ ഔട്ട്, എക്സേൽ ബെൻഡ്. നിങ്ങൾ റേഞ്ചിനനുസരിച്ച് മാത്രം എടുക്കാൻ ശ്രമിക്കാം. ഹോൾഡ് ചെയ്യാം. 1, ബ്രീത്തിങ് നോർമൽ. 2, മുട്ടിന് പ്രഷർ വരുന്നുണ്ടെങ്കിൽ അല്പം ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. 3, 4, 5, 6, 7, 8, 9, 10. Slowly release. Change other side. Inhale, bend and hold. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
Slowly breathe in, breathe out. ഓക്കെ, ഇതാ ഈ രീതിയിലേക്ക് ചെയ്യാം. സെന്ററിലേക്ക് വരാം, സെന്ററിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്ത് വിടാം. നമ്മളെ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. കാല് കുറച്ച് അടുപ്പിച്ച് വെക്കാം. ഓക്കെ, ഹിപ്പിന്റെ അവിടെ കൈ കൊണ്ടുവരക്കാം. നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലീസ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, പിന്നെ തിരികെ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Change other side. Start. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, ഇനി ഒരു കാല് ബാക്കിലേക്ക് എടുക്കാം. ഓപ്പോസിറ്റ് ലെഗും ഹാൻഡും. ഇത്ര പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന റേഞ്ചിൽ മാത്രം എത്താൻ മതി. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Breathe in, breathe out. Change other side. Start. 1 2 3 4 5 6 7 8 9 10. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് സൈഡിലേക്ക് രണ്ട് കൈയും ഈ രീതിയിലേക്ക് വെക്കാം. 1 2 പറ്റുന്നത്ര എടുത്താൽ മതിയേ, ഇങ്ങനെയായാലും കുഴപ്പമില്ല. 4 5 6 7 8 9 10 11 12 13 14 15. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. ഓക്കെ, ഇനി
സൈഡ് രീതിയിലേക്ക് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and back. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുക്കുക, പതിയെ ശ്വാസം വിടാം. ബോഡിക്ക് റിലാക്സ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബ്രീത്തിനനുസരിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ ബോഡി മൊത്തമായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതുകൂടി തന്നെ നമ്മുടെ ഹീൽ ഉയർത്തി ടോയിലേക്ക് നിൽക്കാം. ഹോൾഡ് ചെയ്യാം, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ഈ അടിവയറ്റുന്ന മുകളിലേക്ക് നല്ലപോലെ വലിച്ചു കൊടുക്കാം. ഹോൾഡ്. 1 2 ബാലൻസ് കിട്ടണമെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്യാം. 4 5 6 7 8 9 10. Slowly. Breathe in, breathe out. അതിന് അടുത്ത് നമുക്ക് ജോഗിങ് ചെയ്യാം. 2 മിനിറ്റ് ചെയ്യാം. സ്റ്റാർട്ട്. തല വീണ യൂസ് ചെയ്യാം. Breathe in, breathe out. Inhale, exhale. Inhale, exhale. Say, inhale, exhale. Inhale, exhale. Breathe in, breathe out. കാലുകൾക്കിടയിൽ ഗ്യാപ്പ് കൊടുക്കാം. നമ്മൾ റിലാക്സ് ചെയ്യുന്ന 2 രീതിയാണ് പറഞ്ഞത്. ഒന്ന് കിടന്നിട്ട് ശവാസനം, രണ്ടാമത്തത് കാൽ ഗ്യാപ്പ് കൊടുക്കുക, കൈക്ക് ഗ്യാപ്പ് കൊടുക്കുക. ഈ രീതിയിലേക്ക് വെക്കുക. Breathe in, breathe out. നമ്മൾ വാമപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. ഇതിന് 12 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പൊ കറക്റ്റ് നോക്കി ചെയ്യാം. ഒരു സ്റ്റെപ്പ് ഒരു റൗണ്ട് ഞാൻ ചെയ്ത് കാണിച്ചുതരാം. അത് നിങ്ങൾ ചെയ്യാണ്ട് തന്നെ നോക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് ഒപ്പരം ചെയ്യാം. ഓക്കെ.
കാണാൻ പറ്റുന്നില്ലേ? അതിനായി നമ്മൾ മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് വെക്കാം. ഓക്കെ, നല്ലപോലെ ശ്വാസം എടുത്തുവിടാം. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്, കറക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ ചെയ്ത് ചെയ്ത് നമുക്കത് കൂട്ടിക്കൊണ്ടുവരാം. ശ്വാസം നല്ലപോലെ എടുത്തുവിടാം. ഇൻഹേൽ, കൈമുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. കൈകൾക്കിടയിൽ ഗ്യാപ്പ് കൊടുക്കാം. എക്സീൽ ഡൗൺ, മുട്ട് മടക്കിക്കൊണ്ട് ഡൗൺ ചെയ്യാം. കൈപ്പാദം ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാം. ദെൻ റൈറ്റ് ലെഗ് ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് അശ്വസഞ്ചാലാസന. അപ്പൊ നമ്മുടെ കാല് നോക്കണം, 90 ഡിഗ്രി കറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ രീതിയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കാം. അതായത് മുന്നോട്ടേക്ക് ആവാതെയും നമ്മുടെ ബാക്കിലുള്ള കാലാണ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നന്ന ഈ രീതിയിലേക്ക് ആവാനും പാടില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ പാടില്ല. കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കൈ രണ്ടും കാലിന്റെ സൈഡിലേക്ക് കൊണ്ടാൻ നോക്കുക. ബാക്കിത്തെ കാല് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, മറ്റേ കാലും ബാക്കിലേക്ക് എടുക്കാം. നമ്മളിപ്പോൾ പ്ലാങ്ക് പൊസിഷനിലാണ് ഉള്ളത്. ഓക്കെ, ഈ രീതിയിലേക്ക് നിൽക്കാം. ഡ്രോപ്പ് യുവർ നീ, നമ്മുടെ മുട്ടാദ്യം തറയിലേക്ക് കുത്താം. ചെസ്റ്റ്, ചിൻ. നമ്മള് മുട്ടാദ്യം കുത്തി, അതുപോലെ തന്നെ ചെസ്റ്റ്, പിന്നെ ചിൻ. ഈ രീതിയിലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രീതി കിട്ടൂല. അപ്പോൾ ഫുള്ളായിട്ട് ഡൗൺ ചെയ്താലും കുഴപ്പമില്ല, ഈ രീതിയിലും കുഴപ്പമില്ല. ഓക്കെ, ഈ രീതിയിൽ നിന്ന് ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനയിൽ വരാം. നമ്മുടെ കൈ രണ്ടും ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാം. ഇൻഹേൽ ഭുജംഗാസന, എക്സേൽ പർവതാസന. ഞാൻ ചെറിയ രീതിയിൽ മെല്ലനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ആയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, പർവതാസനയിലേക്ക് വരാം. ബാക്കിലേക്ക് പുഷ് ചെയ്യാം, നല്ലപോലെ പുഷ് ചെയ്യാം. നമ്മുടെ ഹീല് ഫ്ലോറിലേക്ക് പ്രസ് ആകുന്ന രീതിയിലേക്ക് വെക്കാം. ഓക്കെ, നമ്മൾ ഏത് കാലാണോ ബാക്കിലേക്ക് വെച്ചത് അത് ഫോർവേഡ് ചെയ്യാം. ഇൻഹേൽ ഫോർവേഡ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കാല് ഈ രീതിയിലേക്ക് ഇടാം. ചില ആൾക്കാർക്ക് വരും, അത് നമ്മൾ ഒരു കൈയുടെ സപ്പോർട്ട് കൊണ്ട് മുന്നിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ, മറ്റേ കാലും കൂടി സ്ട്രെച്ച് ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുക്കാം. മുട്ട് മടക്കി ഈ രീതിയിലേക്ക് വെക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ടു ഡൗൺ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മളിപ്പോ റൈറ്റ് ചെയ്തത്, ഇനി ലെഫ്റ്റിൽ ചെയ്യാം. ഓക്കെ, അപ്പാണ് നമ്മൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഇന്ന് നമുക്ക് 3 റൗണ്ട് ചെയ്യാം. ഇത് 12 റൗണ്ട് വരെ ചെയ്യുന്നതുണ്ട്. അത് ചെയ്ത് ചെയ്ത് നമുക്ക് കൂടുതലായി കൊണ്ടുവരാം. ഓക്കെ, റൈറ്റ് ചെയ്തു, പിന്നെ ലെഫ്റ്റ് ആണ്. ഇൻഹേൽ, സ്ട്രെച്ച്, എക്സേൽ ഡൗൺ. മുട്ട് മടക്കിക്കൊണ്ട് ഡൗൺ ചെയ്യാം. കൈ രണ്ടും കാലിന്റെ സൈഡിലേക്ക് കൊണ്ടാൻ നോക്കാം. ഓക്കെ, ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് ബാക്ക്, അശ്വസഞ്ചാലാസന. ഹോൾഡ് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ, അതർ ലെഗ് ബാക്ക്, പ്ലാങ്ക് പൊസിഷൻ. പ്ലാങ്ക് പൊസിഷനിൽ ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക. ഡ്രോപ്പ് യുവർ നീ, ചെസ്റ്റ്, ചിൻ. ഇൻഹേൽ ഭുജംഗാസന, എക്സേൽ പർവതാസന. Inhale forward, left leg forward. Ashwasanjalasana. Exhale, other leg forward.
Pada Astasana. Inhale up. Exhale down. Breathe in, breathe out. കൂടെ ചെയ്തിട്ടില്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കാണ്. 12 സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്തത്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കാണ്. ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ വേറെ രീതി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ കറക്ഷൻ ചെയ്ത് ഞാൻ ചെറിയ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇൻഹേൽ, എക്സേൽ, ബെൻഡ് ചെയ്യാം. ഇൻഹേൽ, താഴോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഈ രീതിയിലേക്കാണ് നമ്മൾ കറക്ഷൻ ചെയ്തത്. നമ്മൾ നേരത്തെ മുട്ട് മടക്കിയിട്ടാ ചെയ്തത്. അത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇൻഹേൽ അപ്പ്, exhale down. Inhale, right leg back. Ashwasanjalasana. Exhale, other leg back. Plank position. Drop your knee. Chest. Chin. Inhale, Bhujangasana. Exhale, Paravatasana. Inhale, right leg forward. Exhale, other leg forward. Inhale up. Exhale, start up. Breathe in, breathe out. നമ്മളിപ്പോ റൈറ്റ് ചെയ്തു, ലെഫ്റ്റ് ചെയ്യാം. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. Inhale out. Exhale down. Inhale, left leg back. Ashwasanjalasana. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. നേരെ നോക്കാം. Exhale, other leg back. Plank position. Drop your knee. Chest, chin. Inhale, Bhujangasana. Exhale, Paravatasana. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. Inhale, left leg forward. ഏത് കാലാണോ ഫസ്റ്റ് ബാക്കിലേക്ക് വെച്ചത് അത് ഫ്രണ്ടിലേക്ക് എടുക്കുക. നമ്മുടെ കൈന്റെ ലൈനും കാലിന്റെ ലൈനും ഒരേപോലെ ഇരിക്കാം. ഓക്കെ, Inhale forward. Inhale up. Exhale to touch. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഇപ്പൊ നമ്മൾ 2 റൗണ്ടാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. ഇന്ന് 3 റൗണ്ട് മാത്രം ചെയ്താൽ മതി. അത് ഗ്രാജുവലി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. നമുക്ക് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. ഓക്കെ അല്ലേ? Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. Inhale out. നല്ലപോലെ കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. Exhale down. കൈ കാലിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. Inhale, ബാക്ക് ചെയ്യാം. Exhale, other leg back. Drop your knee. Chest, chin. Inhale, Bhujangasana. Exhale, Paravatasana.
നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇൻഹേൽ റൈറ്റ് ലെഗ് ഫോർവേഡ്. നമ്മൾ ഏത് കാലാണോ ബാക്കിലേക്ക് വെച്ചത് അത് ഫ്രണ്ടിലേക്ക് എടുക്കാം. Exhale, other leg forward. Inhale up. Exhale down. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, ലെഫ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ റൈറ്റ് ആണ് ചെയ്തത്, ലെഫ്റ്റ് ചെയ്യാം. Inhale up. Exhale down. Inhale, left leg back. Exhale, other leg back, plank position. Drop your knee, chest, chin. Inhale, Bhujangasana. Exhale, Paravadasana. Inhale, forward, Ashwasanjalasana. കാലിന് 90 ഡിഗ്രി ആണോ എന്ന് ഉറപ്പുവരുത്താം. Exhale, other leg forward. Inhale up. Exhale to Tadasana. ബാക്കിലേക്ക് എടുക്കാം, ഈ രീതിയിലേക്ക് കൊണ്ടുപോകാം. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് ഇരിക്കാം. ഇരുന്നിട്ട് ബദ്ധകോണാസനം ചെയ്യാം. നമ്മൾ ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാം. ചെസ്റ്റ് ഫോർവേഡ് ചെയ്യാം, ഷോൾഡർ ബാക്ക് ചെയ്യാം, സ്പൈൻ സ്ട്രെച്ച് ചെയ്യാം. സ്റ്റാർട്ട്. ചെറുതായ ഒരു പുഞ്ചിരിയോടെ ഇത് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ കൂടി നിങ്ങൾ ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ ഇങ്ങനെ ചെയ്യാം. ഉറങ്ങുന്നതിന്റെ മുമ്പായാലും ബെഡിൽ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ ഷോൾഡർ ബാക്ക് ചെയ്ത് സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ ശിശുബാലാസനയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കുഞ്ഞിനെ തട്ടുന്ന പോലെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഒന്ന് കാല് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തും വെക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുവരാം. അതിനായി നമ്മുടെ ഒരു കാലെടുക്കാം. ഓക്കെ, ഈ രീതിയിൽ പിടിക്കാം. നിങ്ങൾക്ക് ഇത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിലേക്ക് വെച്ചാൽ മാത്രം മതി. ഓക്കെ, പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരാം. ഇതിന് പറയുന്ന പേരാണ് ശിശുപാലാസനം. നമ്മൾ പറയുന്ന പേര് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേറെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ ഇതിന് മുമ്പ് പഠിച്ചതല്ലേ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക്. പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനിത് പണ്ട് ചെയ്തതല്ലേ, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് പേര് നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ആ പേര് എടുത്തു പറയുന്നത് ഓരോന്നിന്റെ. കുറച്ച് ടഫാണ് ഇതിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ. ഫസ്റ്റ് ഞാൻ യോഗ പഠിക്കുന്നതിന്റെ മുമ്പ് ഇതിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇതിൽ എങ്ങനെയാ പഠിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഈസി ആയി. നമ്മൾ ഡെയിലി അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓക്കെ ആയി. നല്ലപോലെ കുഞ്ഞിനെ തൊട്ടിലാട്ടുന്നത് പോലെ
ഈ രീതിയിലേക്ക് എക്സ്റ്റൻഷൻ. നമ്മളെ ഈ ഭാഗങ്ങളൊക്കെ ഓപ്പണിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ ചെയ്യുന്നത്. ബദ്ധകോണാസൻ, ശിശുപാലാസൻ, ഇതൊക്കെ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി, നമ്മുടെ കാലിന്റെ ഭാഗം നല്ല ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം കാലെടുത്താൽ മതി. അത് ചെയ്താണ് നമ്മൾ ഫ്ലെക്സിബിൾ ആവാം. നമ്മൾ കൂടുതൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി ചെയ്യാം, അത്രേ നമുക്ക് പറ്റാവുന്നതിൽ ഫ്ലെക്സിബിൾ ആവാൻ കാരണം വരും. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. നമുക്കിത് ബ്രീത്തിങ് ചെയ്യാം. നമ്മളിത് ഫസ്റ്റ് ബ്രീത്തിങ് ചെയ്തിട്ടില്ല, വാമപ്പിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിന്ന് എൻഡ് ബ്രീത്തിങ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് ശവാസനിൽ കിടന്നിട്ട് മാത്രം എൻഡ് ചെയ്യാം. ബോഡിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ബ്രീത്തിങ്ങിലൂടെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സിറ്റിംഗ് പോസ്റ്റിലേക്ക് ഇരിക്കാം. 3 രീതിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ. ഒന്ന് ക്രോസ് ലെഗ് പൊസിഷൻ, ഈ രീതിയിലേക്ക് ഇരിക്കാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വജ്രാസനം, ഈ രീതിയിലേക്ക് ഇരിക്കാം. ഓക്കെ, മൂന്നാമത് ദണ്ഡാസന. കാല് മുന്നോട്ടേക്ക് നീട്ടി 2 കാലും ഉള്ളിലേക്ക് എടുത്ത് ഈ രീതിയിലേക്ക് ഇരിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ വോൾ സപ്പോർട്ട് കൂടി ഇരിക്കാൻ നോക്കുക. അതായത് നമ്മൾ ബട്ടക്സിന്റെ ഭാഗവും നടുഭാഗവും വോളിലേക്ക് പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിക്ക് ഈ രീതിയാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കാം. ഹാൻഡ്സ് ഇൻ ധ്യാൻമുദ്ര. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ കൈ ഈ രീതിയിലേക്ക് വെക്കാം. ഓക്കെ, നമ്മൾ ഈ അടിവയറ്റൊന്ന് ചെറുതായിട്ടൊന്ന് ടക്കിങ് ചെയ്യാം. ഷോൾഡർ ബാക്ക് ചെയ്യാം. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കാം. Close your eyes. Completely relaxed and completely alert. Focus on your normal breathing. സാധാരണ രീതിയിൽ ശ്വാസം അകത്തേക്കും പതിയെ പുറത്തേക്കും എടുത്തുവിടാം. സ്ലോ സോഫ്റ്റ് ഇൻഹേൽ and slow soft exhale. ബ്രീതിങ്ങിന്റെ മൂഡിലേക്ക് ബോഡിയും മനസ്സിനെയും ഒരുപോലെ കൊണ്ടുവരാം. ചെറുപുഞ്ചിരിയോടെ ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഇൻഹേൽ, slowly exhale. Inhale, exhale, inhale, exhale, inhale, exhale. Relax, breathe in, breathe out. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനുലോം വിലോമാണ്. ഓക്കെ, അതിനായി 2 വിരല് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. നമ്മുടെ റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്യാം. ലെഫ്റ്റ് കൂടി ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യാം. ആ നോസിൽ ക്ലോസ് ചെയ്ത് എവിടുന്നാണോ ഇൻഹേൽ ചെയ്തത് ആ നോസിൽ ക്ലോസ് ചെയ്യാം. എക്സേൽ, മറ്റേ സൈഡിലേക്ക് എക്സേൽ ചെയ്യാം. എവിടുന്നാണോ എക്സേൽ ചെയ്തത് അവിടെ തന്നെ ഇൻഹേൽ ചെയ്യാം.
ക്ലോസ് ചെയ്യുക, എക്സെയിൽ. ഇൻഹെയിൽ, ക്ലോസ് ചെയ്യുക, എക്സെയിൽ. ഇൻഹെയിൽ, ക്ലോസ് ചെയ്യുക, എക്സെയിൽ. ഓക്കെ, ഇത് നമുക്കൊരു കൗണ്ട് രൂപത്തിലേക്ക് പോവാം. അതായത് 4 കൗണ്ട് ഇൻഹെയിൽ, 6 കൗണ്ട് എക്സെയിൽ. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ എടുത്തു പോകാൻ ശ്രമിക്കുക. കൗണ്ടിനനുസരിച്ച് നിർത്തി നിർത്തി ശ്വാസം എടുക്കാതെ ആ ഒരു ഫ്ലോയിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൗണ്ട് രൂപത്തിൽ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇൻഹെയിൽ 1, 2, 3, 4. Exhale 6, 5, 4, 3, 2, 1. Inhale 1, 2, 3, 4. Exhale 6, 5, 4, 3, 2, 1. Inhale 1, 2, 3, 4. Exhale 6, 5, 4, 3, 2, 1. Inhale 1, 2, 3, 4. Exhale 6, 5, 4, 3, 2, 1. Inhale 1, 2, 3, 4. Exhale 6, 5, 4, 3, 2, 1. Relax, breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. അടുത്തത് നമുക്ക് ഭ്രാമരി ചെയ്യാം. ഇൻഹേൽ ചെയ്യാം, എക്സേൽ സൗണ്ടും കൂടി നമ്മൾ കൊണ്ടുവരാം. അതായത് ശ്വാസം വിടുന്നതിനനുസരിച്ച് ആ സൗണ്ടും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, നല്ലപോലെ സൗണ്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടേ കിട്ടും. അത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ശ്വാസം നല്ലപോലെ എടുക്കാം. കൈ രണ്ടും ഈ രീതിയിലേക്ക് വെക്കാം. ഇൻഹേൽ, breathe in, breathe out. Inhale. നിങ്ങളെ സൗണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഭാഗം മൊത്തം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഇൻഹീൽ, സൗണ്ട് പുറത്തേക്ക് വരട്ടെ. Breathe in, breathe out and relaxed. ശ്വാസം നല്ലപോലെ എടുത്തുവിടാം. And rub your arms. കൈ രണ്ട് നല്ലപോലെ റബ് ചെയ്യാം. Feel the energy. Feel the warmth. Hug yourself. നമ്മൾ തന്നെ ഹഗ് ചെയ്യാം. Again rub your arms. കൈ നല്ലപോലെ റബ് ചെയ്ത് ചൂടായതിനു ശേഷം കപ്പ് ഷേപ്പ് സംസാക്കിട്ട് കണ്ണിന് മുകളിലേക്ക് വെക്കാം. നമ്മുടെ കണ്ണിന് ആ ചൂട് കൊടുക്കാം. സ്ലോലി ബ്ലിങ്ക് യുവർ ഐസ്. കണ്ണ് പതിയെ പൂട്ടുകയും തുറക്കുകയും ചെയ്യാം. ഫേസും ചെവിയുടെ ഭാഗവും കഴുത്തൊക്കെ മസാജ് ചെയ്തുകൊണ്ട് കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചോണ്ട് പതിയെ കണ്ണു തുറക്കാം. താങ്ക് യു. ബോഡി മൊത്തം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. തലന്റെ ഭാഗം, ഫേസ്. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. ചെസ്റ്റ്, എല്ലാവരും ഒന്ന് ഉണരട്ടെ. വയറിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യാം.
താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം യോഗ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള. അപ്പം ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.